ഹായ് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. നമ്മൾ രാവിലെ എടുക്കാന്നൊക്കെ പറഞ്ഞതായിരുന്നു, പക്ഷെ രാവിലെ എടുത്തില്ല. നമ്മൾ ഉച്ച മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്ന്. അതായത് മർസിക്ക് ഒരു വർക്ക് ഉണ്ട്. എവിടെയാണ് മർസി? ഏഴോം ആ ഭാഗത്താണല്ലേ വരുന്നത്. നമ്മള് പഴയങ്ങാടി ഏഴോം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അത് മാത്രല്ല നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണ് കേട്ടോ അവര്. അവരന്ന് ഏൽപ്പിച്ച സമയത്ത് തന്നെ 2 മാസം മുമ്പേ ഏൽപ്പിച്ചിട്ടുണ്ടായിന് ആള്. എന്നിട്ട് പറഞ്ഞ് മർസിത്ത നിങ്ങൾ ഡേറ്റ് ഇല്ല എന്ന് മാത്രം പറഞ്ഞേക്കല്ല, എന്തായാലും നിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം പറഞ്ഞൊരു ബ്രൈഡും കൂടിയാണ്. മേക്ക് ഓവർ ഇന്നാളെ നിക്കാഹ്, നാളെ റിസപ്ഷന്, അതായത് സാധാരണ നോർമൽ വെഡിങ് എന്നുള്ള രീതിയിൽ. അപ്പോ ഇന്ന് 3 മണിക്ക് അസറിന് ശേഷമാണ് നാളെ നിക്കാഹ് വരുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് തന്നെ ആളെ റെഡിയാക്കി കൊടുക്കണം അല്ലെ. നമ്മളിപ്പോ പോകുന്ന സമയത്ത് നെസ്ബേബിനെ കൂട്ടുന്നില്ല. നെസൂനെ നമ്മളിവിടെ മനത്താക്കിട്ട്, കാരണം വെച്ചാൽ നമ്മൾ ആ പോകുന്നത് ഒരു 12 മണിക്കാണ്. അപ്പൊ ആ ഉച്ചക്കത്തെ ഫുഡും കാര്യമൊക്കെ കുറച്ച് പ്രശ്നമാവും. അവിടുന്ന് കഴിക്കാനും പിടിക്കാനൊക്കെ കുറച്ച് പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് നെസൂനെ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. ആളെ കാണാണ്ട് അതിട്ട് നമ്മൾ പറയുന്നത് ഉമ്മ ഓളെ കൂട്ടിട്ട് പുറത്തേക്ക് പോയി. പക്ഷെ ഓക്ക് സംഭവം മനസ്സിലായില്ല. നമ്മള് പുറത്തേക്ക് പോകുന്ന ഉമ്മി എവിടെ പോവല്ലേ, ഉമ്മി എവിടെ പോവല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മള് നേരത്തെ ഇങ്ങനെ എന്തോ പറയുമ്പോ ഫ്ലവർ വാങ്ങണ്ടേന്നൊക്കെ പറയുമ്പോ ഉമ്മി മേക്കപ്പ് ചെയ്യാൻ പോകുന്നുണ്ട് ഇന്ന്, ബേബിനെ കൂട്ടണേ എന്നൊക്കെ പറഞ്ഞു കുറെ സമയം. പിന്നെ ഓള് ഇന്ന് കൂട്ടാ ശരിക്കും പറഞ്ഞാല്. പക്ഷെ ഈ ഒരു എന്താ പറയാ സമയത്തിന്റെ ടൈമിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഈ ഉച്ച സമയത്താണ്. കുറച്ച് വൈകുന്നേരം കൂട്ടിട്ട് പോയതല്ലേ. നമുക്ക് 2 ബാഗായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ബ്ലൂ ബാഗ് മാത്രം. ഇത് നമ്മുടെ ഒരു ചെറിയൊരു ബാഗ് കൂടിയിട്ട് വാങ്ങി 2 പാർട്ടീഷൻ ചെയ്ത് അതില് ഹെയർ ആക്സസറീസ്, ഇതില് മേക്കപ്പിന്റെ പ്രോഡക്ട്സ് അങ്ങനെ വെച്ച് ഡിവൈഡ് ചെയ്തല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എളുപ്പമായി അതുകൊണ്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇനി നമുക്ക് ഇറങ്ങാം. അതിപ്പോ വെയിറ്റ് ഉണ്ടാവില്ല അല്ലേ, സാധനം കുറഞ്ഞോണ്ട്. അതാണ് വെയിറ്റ്, അതിലല്ലേ എല്ലാ സാധനം ഉള്ളത്. നമ്മൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കുട്ടികളുടെ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, ഇപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ നടക്കുമ്പോൾ എപ്പോഴാണ് എങ്ങനെയാണ് നടക്കാൻ ആർക്കും ഒന്നും പറയാൻ വേണ്ടി പറ്റൂല. അപ്പം നമ്മൾ ഈ അഡൾട്ട്സിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ട്, പക്ഷെ നമുക്ക് കുട്ടികൾക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല. അപ്പം നമ്മൾ വീട്ടിലൊക്കെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിർബന്ധമായി വേണ്ട ഒരു സാധനമാണ് കാർ സീറ്റ്. പിന്നെ SBB എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഏരിയയിൽ വന്നിട്ടാണ് ഇരിക്കില്ല അധികം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പം ഞാൻ ലവ് ലാപ്പിൻ്റെ ഒരു കൺവേർട്ടബിൾ കാർ സീറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ലവ് ലാപ്പിന്റെ കൺവേർട്ടബിൾ കാർ സീറ്റ് കേട്ടോ. ഈ ഒരു കാർ സീറ്റ് നമ്മുടെ കുട്ടികളുടെ സേഫ്റ്റി അതുപോലെ തന്നെ കംഫർട്ടും ഒരുപോലെ സ്പെഷ്യലൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഈ ഒരു കാർ സീറ്റ് ന്യൂ ബോൺ മുതൽ നമുക്ക് 7 വയസ്സ് വരെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാർ സീറ്റ് നമുക്ക് 3 പൊസിഷനിൽ റീക്ലൈൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മുടെ കാർ സീറ്റിന്റെ താഴെ ഇതേപോലെ ഒരു റെഡ് സാധനം ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ കാർ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റും നമുക്ക് 3 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഏത് രീതിയിലാണ് ആവശ്യം ആ ഒരു സൈസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഹൈജീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ, ഈ ഒരു കവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അതേപോലെ തന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് 0 to 7 ഇയർ വരെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. 0 to 2 ഇയർ ആണെങ്കിൽ നമുക്കൊരു റിയർ വാർഡ് ഫേസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ താഴത്തെ ഭാഗം നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട്, ഇത് കാണുന്നില്ലേ, ഇതിലൂടെയാണ് നമുക്ക് കണക്ട് ചെയ്തിട്ട് നേരെ അപ്പുറത്തും വെച്ച് അതങ്ങ് ലോക്ക് ചെയ്ത കാര്യമൊക്കെ. ഇപ്പോൾ നമ്മുടെ നെസ്ബേബി എന്ന് പറയുമ്പോൾ 2 വയസ്സിന് മുകളിലാണ്. അപ്പോൾ 2 വയസ്സിന് മുകളിലവർക്ക് ഈ ഒരു ലെവലിലാണ് നമ്മൾ സാധാരണ സീറ്റൊക്കെ വെക്കുന്ന പോലെ തന്നെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഏരിയയിലൂടെ അങ്ങനെ ഇടാം. പിന്നെ താഴ് ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിലൂടെ എടുക്കാം. പിന്നെ ഇവിടെ ഒരു ഹോളുണ്ട്, ആ ഹോളിലൂടെ നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ ആ ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് ഈ ബാക്കിലൂടെ കൊണ്ടുവന്ന് ഇവിടെയും അതേപോലെ ഹോളുണ്ട്, ആ ഹോളിലൂടെ എടുത്ത് നമുക്ക് കറക്റ്റ് അങ്ങ് ലോക്ക് ചെയ്ത് വെച്ചാൽ സംഭവം സേഫായി. 5 പോയിന്റ് സേഫ്റ്റി ഹാർനസ് ആണ് ഈ ഒരു ബെൽറ്റ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എല്ലാം മൊത്തത്തിൽ നല്ലൊരു സപ്പോർട്ടാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് നമ്മുടെ ബേബീൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിട്ട് ഇത് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും കേട്ടോ. ഇത് പിടിച്ച് ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് ഇത് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ ബെസ്റ്റും അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്താണെന്ന് വിചാരിച്ചാൽ യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് കൂടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ്.
എക്സ്ട്രാ വൈഡ് സീറ്റ് ആണ് ഇത്. പിന്നെ ഇതിന്റെ കുഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുഷൻ ആണ്. അൾട്രാ സോഫ്റ്റ് തിക്ക് ആയിട്ടുള്ള ഒരു കുഷനാണ് വരുന്നത്. നമുക്കിപ്പോൾ ഹാൻഡ് റെസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് ആണെങ്കിലും മൊത്തത്തിൽ നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ കുട്ടികൾ ഇതിലിരിക്കുമ്പോൾ. അപ്പോൾ ഇതിൽ ബേബീനൊക്കെ ഇരുത്തിയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല സേഫ്റ്റി, നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളൊക്കെ പുറത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അവർ എത്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ അവർ യാത്ര ചെയ്യും. അപ്പോൾ നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, നമ്മൾ കുട്ടികളുടെ സേഫ്റ്റി ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ട് വാങ്ങിയിരിക്കണം. അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു കാർ സീറ്റ്. നമ്മുടെ ബേബിക്ക് അത്രയും കംഫർട്ടബിൾ ആയിരിക്കും, അത്രയും സേഫ്റ്റിയും തരുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണിത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. നമ്മള് ബിരിയാണി റോഡ് കഴിയണം, കുലുക്കെല്ലാം തീരണമെങ്കിൽ ഇവിടെ വീടിന്റെ അടുത്തുള്ള റോഡായത് ഇങ്ങനെ കുലുങ്ങി 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 പോണം. ഏകദേശം 1 കിലോമീറ്റർ വരെ ഈ ഒരു സംഭവം തന്നെ. ഞാൻ ശരിക്കും പറയണല്ലേ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 9 വർഷമാണ്. അപ്പൊ ഈ 9 വർഷമായിട്ട് ഞാൻ ഇവിടെ ഈ ഒരു റോഡ് താറിട്ടിട്ട് കണ്ടിട്ടില്ല. എപ്പോ അത് പകുതിയുടെ ഇടുന്ന സമയത്ത് ഫുൾ ആയിട്ടില്ലേ. ഇത് പകുതി ഇട്ടിട്ട് പകുതി ഒഴിവാക്കി കഴിഞ്ഞാൽ വല്ല കാര്യമില്ല. ഉച്ചക്ക് ഫുഡ് ഇതിപ്പോ ശരിക്കും പറഞ്ഞ കുണ്ടുമീ 10-20 പോലെയാണ്. അല്ല, നമ്മളെ കണ്ണൂർ എയർപോർട്ടിന്റെ ഒരു സംഭവമില്ലേ, അത് നമ്മളെ വ്ളോഗില് നദീർക്ക പറഞ്ഞിട്ടുണ്ടായിന്. ഉമ്മാനെ കൂട്ടാൻ പോകുന്ന വ്ളോഗില് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നദീർക്ക പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു അവിടെ കേറുമ്പോ തന്നെ എക്സിബിഷൻ പോലെ പൈസ വാങ്ങുന്നതിന് 50 രൂപ ചാർജ്. അത് കൊറേ ആൾക്കാർ റീലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് റീലാക്കിട്ട് ഒന്ന് ഹിറ്റാവായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലായിടത്തും ഫ്രീ ആണ്. ഇവിടെ കണ്ണൂർ എയർപോർട്ടിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഇത് കണ്ടത്. ആര് കയറിയാലും ക്യാഷ് കൊടുക്കണം എന്നുള്ള ഒരു ഇത്. അപ്പൊ നമുക്ക് ഇത് ഫ്ലവർ വാങ്ങിക്കാണോ കേട്ടോ. ഫ്ലവറിന് റോസ് എന്തെല്ലാം കളേഴ്സാ ഉള്ളേ? റെഡേ ഉള്ളു. നാളെ ലൈറ്റ് റോസ് വരുമോ? ഒരു ലൈറ്റ് പിങ്ക് ഒരു 6 5 ആ. എത്ര മണിയാകുമ്പോ ഇവിടെ തുറക്കാം? 6 മണിക്കാ? നമ്മള് വിശക്കുന്നുണ്ട്, അതുകൊണ്ട് 2 പബ്സും 2 വടയും. പബ്സ് കണ്ടിട്ട് ഞാൻ ഇവിടെ ഫ്ലവറുടെ നേരെ അപ്പുറം തന്നെ പബ്സും ഉയർന്നോടെയും കണ്ടു. മസ്തിണ്ട് വേണമെന്ന് വെച്ചാന്ന് പറഞ്ഞു. പബ്സും നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം നമ്മ നാസ് കഴിക്കാൻ വേണ്ടി ഭയങ്കര ലൈറ്റ് ആയിരുന്നു. 11:30 മറ്റായി നദീർക്കാലം കഴിക്കും. ഇവിടുന്ന് 12 മണിയാകുമ്പോ വിട്ടു. 1 മണിക്കൂർ കൊണ്ട് എന്തായാലും നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റൂല. നമ്മ കൊറേ പറഞ്ഞിന് കഴിച്ചിട്ട് ഇറങ്ങിപ്പോ. പിന്നെ നമ്മള് ഇങ്ങനെ ഇത് മുമ്പ് തലശ്ശേരി പോണ സമയത്ത് നമ്മള് കഴിച്ചിട്ടാ പോയത് അല്ലേ. തലയിട്ടോർക്കും നദീർക്ക് ഒരു പബ്സും ഒരു ഉയർന്നോടെയും വാങ്ങിച്ചിട്ടുണ്ട്. അല്ല വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ചെറിയ പീസ് എനിക്ക് വന്നിട്ട് ബാക്കി മൊത്തം പിന്നെ ഞാൻ പോയിട്ട് ഞാൻ തിന്നുമ്പോ നിങ്ങക്ക് കൊതി കൂടണ്ട വിചാരിച്ചിട്ട് വരും. നമ്മളിതാ ബ്രൈഡിന്റെ വീട്ടിലെത്താനായി കേട്ടാ. എവിടെ എങ്ങോട്ടാണ്? ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇവിടെ അല്ല കല്യാണ വീട്ടിലല്ലേ ലൈറ്റ് ഇതെല്ലാം ഉണ്ടാവാ. ആ ലൈറ്റ് എനിക്ക് ഒമ്പായി പോയാ അല്ലേ? ലൈറ്റ് ഉണ്ട്. ഓക്കെ ചോദിച്ചോക്ക്. അങ്ങോട്ടേക്ക് പോക്കയ്യാ ഇല്ല. മോനെ കല്യാണ വീട് അങ്ങോട്ടാ? വേറെ ചെങ്ങായി വ്ളോഗിലെത്തി. ഞാൻ ഫ്ലവർ എടുക്കുന്ന അതെടുത്തോ, അവിടെ കൊണ്ടു തന്നെ. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം അല്ലേ? നിക്കുവായിരിക്കും. ഞാൻ പെർമിഷൻ ചോദിച്ചിനി. നമ്മളെല്ലാരും പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കലില്ല കേട്ടോ വീഡിയോ. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് എന്ന് പറഞ്ഞ. നല്ല അടിപൊളി സ്ഥലം കേട്ടാ, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതന്നെ, നമ്മൾ വരുന്ന വഴിയും നല്ല അടിപൊളി തന്നെ ഉണ്ടായത്. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ ബ്രൈഡ് ജാസ്മിനാൻ്റെ മേക്ക് ഓവർ നമ്മൾ കഴിഞ്ഞു. ആളെ നിക്കാഹാന്ന് കേട്ടോ. ഇന്ന് നമുക്ക് 2 ഡേ വർക്കാണ്.
ഇന്ന് നിക്കാഹിന്റെ വർക്കും നാളെ റിസപ്ഷൻ അല്ലേ, നമ്മള് സാധാരണ നോർമൽ വെഡിങ്ങിന്റെ ഒരു ലുക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാ മെഹന്തിക്ക് അല്ല സോറി നിക്കാഹിന് സാരി ആയിട്ടാ ആള് പ്രിഫർ ചെയ്തിട്ടുണ്ടായത്. എങ്ങനെയാ മേക്കപ്പ് ഇഷ്ടായിനാ? ആള് നമ്മളെ മേക്ക് ഓവറിന് മാത്രല്ല കേട്ടോ, നമ്മളൊരു കട്ട സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പൊ ആള് 2 മാസം മുമ്പേ ബുക്ക് ചെയ്തിന് മർസിത്ത ഇങ്ങനെ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അല്ലേ. എങ്ങനെ മൊത്തത്തിൽ എങ്ങനെ ഇഷ്ടായിനാ? വിചാരിച്ച പോലെ? വിചാരിച്ചതിനേക്കാളും അടിപൊളിയാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായി, എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് മേക്കപ്പിന്റെ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിട്ടുണ്ടാവില്ലേ? എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പൊ നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞ് റൂമിലല്ലേ സോറി കാറിലെത്തി. എതിർക്ക് വീണ്ടും മുട്ട പപ്സ് ഒന്നുന്ന തിരക്കിലാണ്. കാരണം അത് ബ്രൈഡിന്റെ ഉമ്മാമ കൊണ്ടു തന്നിട്ടാ, എന്തായാലും കഴിക്കണം മണിയെന്നു പറഞ്ഞിട്ട് ഭയങ്കര എല്ലാരും ഭയങ്കര സ്നേഹാട്ടാ. എന്താ പറയാ അവര് നമ്മളെന്താ ചെയ്യണ്ടേന്ന് അവർക്ക് തിരിയുന്നില്ല അല്ലേ. എനിക്ക് ഉമ്മാമ ഇതാ പോകുമ്പോ തിന്നോന്ന് പറഞ്ഞിട്ട് നമ്മളെ കയ്യിലെടുത്ത് അതിന് തീർക്കാൻ. ഉമ്മാമിയും ഉമ്മയും ഉപ്പയും എല്ലാരും സൂപ്പർ ആണ് കേട്ടാ. ഭയങ്കര നമ്മളെ കട്ട സബ്സ്ക്രൈബർ ആണ്. അവിടെ കൊറേ ആളുകള് ഉപ്പാന്റെ ഫാമിലിയില് കൊറേ ആളുണ്ടായിന്. ഫോട്ടോസ് എടുത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് കൊറേ പെണ്ണുങ്ങളിലോട്ട് പോയിന്. നദീറല്ലേന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ ബാക്കിൽ വേറൊരാള് സ്കൂട്ടിയിൽ വരുന്നതായിരുന്നു. ആ ഇറങ്ങിയ പാടന ആടെ മർസീന നദീറിന്റെ മാപ്പിളെ നാടാ. ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അവളെ സബ്സ്ക്രൈബേഴ്സ് തന്നെ. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോവാലോ. നെസു ബേബി ഉണ്ടാ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക. നെസുവിന് എന്തെങ്കിലും പോകുമ്പോ വാങ്ങിക്കണം നദീർക്ക. നമ്മളങ്ങനെ വാങ്ങിക്കലുണ്ട്. നമ്മളെ കൂട്ടാണ്ട് പോയിക്കഴിഞ്ഞാൽ ഓക്കൊരു സന്തോഷാണ് നമ്മളെന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാല്. ഓക്ക് ഇഷ്ടമുള്ളത് കേട്ടാ. ഓക്കെ അല്ലേ? നമ്മളെ വീട്ടിലെത്താനായി കേട്ടാ. നോക്കുമ്പോ നല്ല മഴയാണ്. പിന്നെ നമ്മള് നെസുവിന് കുറച്ച് സാധനം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. ഉഴുന്നുവട നോക്കിയതാണ്, പക്ഷെ സംഭവം അവിടെ അങ്ങനെ പിന്നെ നമ്മള് ഐസ്ക്രീം വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. പിന്നെ കുറച്ച് സാധനം എല്ലാം വാങ്ങിച്ച് ഇനി നേരെ വീട്ടിലെത്തി. നെസ് ബേബി നമ്മളെ കാത്ത് നിൽക്കുന്നുണ്ടാവും. വന്നപാട് ചോദിക്കാൻ എന്തറിയാ, ഉമ്മയുടെ പോയേ മേക്കപ്പ് ചെയ്യാൻ പോയി, ബേബിനെ കൂട്ടിച്ചില്ല അങ്ങനെ പറയലുണ്ടാവും. ആരില്ലാന്ന് തോന്നല്ല. അമ്പ കയറുന്നിട്ടായിരിക്കും അമ്പ. ഇങ്ങനെ ഇത് തുറന്നു. ഞാൻ തുറക്കണോ? ഇങ്ങനെ മഴയുണ്ട്. എനിക്ക് വാങ്ങിയില്ലേ? അടിച്ചു ഗൈസ്. അവിടെ ഉമ്മ വന്നിട്ടുണ്ട്. ഒരാളെ തുള്ളി നോക്കി അവിടുന്ന് നമ്മളെ കണ്ടിട്ട് തുള്ളി കളിക്കുന്നത് അവിടുന്ന്. എന്താണ് കണ്ടിട്ടരേ തുള്ളലാ. ഉമ്മ എവിടെ പോയെന്ന് നോക്കുന്നു. ബാബ വണ്ടി വെക്കട്ടെ. മഴയും കൊണ്ട് ഇങ്ങോട്ട് വന്നാ ഇത് നമ്മളെ ഐസ്ക്രീം ഇതാ എടുത്തു. പഴ കിട്ടുന്നുള്ള ഐസ്ക്രീം ഇതാ. സ്പൂൺ ഇതിലുണ്ട്, ഞാൻ കൊണ്ടുവരാം. എന്താ ഇഷ്ടപ്പെട്ടിനാ? സ്പൂണുണ്ട്, സ്പൂൺ എടുക്കറാ. അതാ സഞ്ചിയിലതാ. മോളെവിടെ പോയേ? മോളെവിടെ പോയേ? ആ ഒറ്റക്കായി പോയാ? ഒറ്റക്കായി പോയാ ബേബി? ആരും കൂട്ടിയിട്ടില്ല ബേബിനാ? ഉമ്മിയും പാപ്പിയും കൂട്ടിയിട്ടില്ല? ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്ന് ഗുഡ് മോർണിംഗ് കേട്ടാ. സമയം ഇപ്പൊ എത്ര തീർക്ക? 5 മണി. അത് ഇത് മറ്റേ ഇത് പറയുന്ന പോലെ ഉണ്ടല്ലോ റേഡിയോയില്. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിന് ഇന്ന് നമുക്ക് 2 ഡേ വർക്കാണ്. അപ്പൊ അതിന്റെ നമ്മൾ ഇന്നലത്തെ ബ്ലോഗിന്റെ കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഇന്ന് ചെയ്യാന്ന് വിചാരിച്ച്. ഇന്ന് നമുക്ക് ഫസ്റ്റത്തെ ബ്രൈഡ്, ഇന്ന് 2 ബ്രൈഡ് ഉണ്ട് കേട്ടാ. നമ്മൾ ഇന്നലെ ചെയ്തൊരു ബ്രൈഡും അതുകൂടാണ്ട് പുതിയൊരു ബ്രൈഡും. അപ്പൊ ഇന്ന് നമ്മള് മരക്കാർക്കണ്ടി, കണ്ണൂര് മരക്കാർക്കണ്ടി കേട്ടോ ഫസ്റ്റ് പോകുന്നത്. 6 കിലോമീറ്റർ ഉള്ളൂ. ഇവിടുന്ന് നമ്മള് ചായ കുടിച്ചു. നെയ്പത്തൽ
നെയ്പത്തല് എല്ലാവരും നെയ്പത്തല്. പിന്നെ മർസിക്ക് മർസിക്ക് എന്താ മുട്ട ഒന്നാ കോരിയത്. മുട്ട കഴിച്ചു. അത് മാത്രല്ല നമ്മള് വരുന്ന സമയത്ത് അത് ഉറങ്ങിയ സമയത്ത് എണീക്കലില്ല. ഉമ്മമാന്റെ ഒന്നിച്ച് അങ്ങനെ ആക്കിട്ട് വരുത്താം. അപ്പൊ ഇന്ന് രാവിലെ തന്നെ എന്റെ ഒന്നിച്ച് എണീച്ച് വന്നിട്ട് ബാപ്പ കേക്ക് വേണം ബേബിക്ക് തിന്നാനെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നി ഇനി ഉറങ്ങാനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ ചോദിക്കാൻ തന്നെ പാപ്പ ഇവിടെ പോകുന്നു, കേക്ക് വാങ്ങാൻ പോകുന്ന പാപ്പ ഇവിടെ പോകുന്നു, പാപ്പ ഇവിടെ പോകുന്നു, വെള്ളം ഉമ്മമാന്റെ അപ്പുറത്താക്കിട്ട് പാലൊടിച്ചോ മിൽക്ക് കുടിച്ചോ എന്നും പറഞ്ഞിട്ട് രാവിലെ മിൽക്ക് കുടിക്കുന്ന ഒരു ഇതുണ്ട് കേക്ക് വാങ്ങി കൊടുക്കാനേ പറഞ്ഞല്ലേ. പിന്നെന്താ? പിന്നൊന്നുമില്ല, നമുക്ക് പോവാം. ഹലോ, ഇപ്പൊ അവിടെ ഉണ്ടായില്ല. നമ്മള് പുതിയതൊരു ഇത് ആ ഒരു ഏരിയയിലേക്കാണ് വർക്ക് എങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഫ്ലവർ വാങ്ങട്ടാ. പുതിയതൊരു അവര് മേലിലേക്ക് ഫ്ലവർ എടുക്കാൻ പറ്റുന്നത്. നമ്മള് പുതിയതൊരു ആ ഒരു കുന്നിന്റെ നേരെ താഴെ തന്നെയുള്ള അവിടെ നിന്ന് തന്നെയാണ് ഫ്ലവർ വാങ്ങല്. പിന്നെ തളിപ്പറമ്പ് ഏരിയയിലെങ്കിൽ നമ്മള് പഴയങ്ങാടി ആ ഒരു ഏരിയ വാങ്ങല്. ആ എല്ലാ ഫ്ലവറും ഉണ്ട്. എന്താ മുല്ലപ്പൂ വല്ല വാങ്ങണ്ടേ? നല്ല മണമുണ്ടല്ലോ മുല്ലപ്പൂ പോലെ. പണ്ട് ഇവിടുന്ന് പുല്ലിന് എതിർക്ക ഈ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടല്ലോ, ഈ വഴിയല്ലേ പണ്ട് ഉപ്പാന്റെ അടുത്തേക്ക് പോക്ക്. മുല്ലപ്പൂ ഇല്ലാണ്ട് ഞാൻ ഉപ്പാന്റെ അടുത്തേക്ക് പോകാൻ പോലൂല. അവിടെ എന്റെ ഉപ്പാന്റെ പെങ്ങളെ മരിയോളും ഉണ്ട്. പക്ഷെ അടിയാവും. എന്നാലും ഇവിടുന്ന് വാങ്ങിയിട്ടേ പോകും, കൊടുക്കുകയും ചെയ്യൂല. എന്നിട്ട് ഇപ്പൊ ഞാൻ ഉമ്മാനോട് അറിയില്ല, അയാളായിട്ട് ഇപ്പൊ ഞാൻ നല്ല പരിചയമായിരുന്നു. നമ്മളിത് ബ്രൈഡിൻ്റെ ലൊക്കേഷനിലെത്തിയേട്ടാ. എന്താ ഡ്രസ്സ് വരുന്നത് ഇതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് ലെഹങ്കയാണ് കേട്ടാ. പിന്നെ ഓർണമെൻറ്റ്സും. നമ്മളെ ബ്രൈഡ് ഫ്രഷ് ആവാൻ പോയിട്ടുള്ളത്. അപ്പം നമ്മളെ ഫസ്റ്റിലത്തെ ബ്രൈഡ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടാ. എങ്ങനെ ചോദിച്ചു നോക്കാക്ക് ഇഷ്ടമായിനാ? നല്ല ക്യൂട്ട് ബ്രൈഡാണ്. ആള് ഇന്ന് 10 മണിക്ക് കേട്ടാ നിക്കാഹ് വരുന്നത്. പിന്നെന്താ, എന്തെങ്കിലും പറയാനുണ്ടോ? അതെ, ആളെ സൗണ്ട് പോയിട്ട് ഉള്ളത് കേട്ടാ. അത് എല്ലാ പരിപാടിക്കും അങ്ങനെ ഉണ്ട്. അത് അങ്ങനെ നമ്മള് എന്താ പറയുക, രാവിലത്തെ മരക്കാർക്കണ്ടിലെ വർക്കും കഴിഞ്ഞ് പിന്നെ അതിന് ശേഷമുള്ള നമ്മളെ ഇവിടുത്തെ ഏഴോമിന്റെ വർക്കും എല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇവിടുന്ന് ഇവിടെ വ്ളോഗ് എടുക്കാതെല്ലാം പറഞ്ഞിട്ട് മറന്നുപോയി. നമ്മൾ ഇൻസ്റ്റയിൽ ഇടും കേട്ടോ, എന്തായാലും വീഡിയോസ് ഒക്കെ ഇൻസ്റ്റയിൽ ഇടും. യൂട്യൂബിൽ ഞാൻ പറഞ്ഞു വ്ളോഗ് എന്തായാലും എടുത്ത് ഇന്നും കൂടി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ വിചാരിച്ച് രാവിലെ കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് എടുക്കാൻ മറന്നുപോയി. പിന്നെ ഓളും ഭയങ്കര തിരക്കിലുണ്ടായിട്ടുണ്ടാവും അല്ലേ? സമയമില്ല. രാവിലെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ ഉച്ചക്ക് ഓള് ഇപ്പം വിടുന്നില്ല. ഫുഡ് കഴിച്ചിട്ട് പോവാ, കാമണിക്കൂർ കൊണ്ട് വെയിറ്റ് ചെയ്തെങ്കിലും പറഞ്ഞു. പക്ഷെ നമ്മള് വീട്ടിലെത്തോ കാരണം നെസ്ഗോടെ ഒറ്റക്കണ്ട് നിൽക്കുന്നത്. പോകുമ്പോ ഒരു കേക്ക് വാങ്ങണം ഇൻഷാ അല്ലാഹ്. പോവാ.